ഇതിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ വിക്കറ്റ് എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഷയിൽ പറയാം. അളിയന് പിന്നാലെ അഭിഭാഷകനും രാജിവെച്ചിരിക്കുകയാണ്. വേണ്ടത്ര വീണ്ടു വിചാരമോ വേണ്ടത്ര പരിശോധനകളോ നടത്താതെയാണോ ഇത്തരം നിയമനങ്ങളൊക്കെ നടത്തുന്നതും അത് സർക്കാരിന് പിന്നീട് വലിയ തലവേദനയായി മാറുകയും ചെയ്യുന്നത്? ശ്രീജിത്ത്. ദിലീപ്, സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണേ പൊന്നപ്പ എന്ന പാരഡി പാടിയാണ് അത് പ്രചരണായുധമാക്കിയാണ് UDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി എന്ന കാര്യം UDFന് പോലും തർക്കമുണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് KB പ്രദീപിനെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പീഡറായി നിയമിക്കുന്നത് എന്ന ചോദ്യമാണ് സർക്കാരിന് നേരെ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KB പ്രദീപിനെ രാജിവെപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. എങ്കിൽ പോലും ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുള്ള ആലോചനയും അവധാനതയും ഇല്ലാതെയാണോ തീരുമാനമെടുക്കുന്നതെന്ന ചോദ്യമാണ് സർക്കാരിന് നേരെ ഏറ്റവും ശക്തമായി ഉയർന്നത്. നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്ത പ്രതികരണത്തിൽ P രാജീവ് ചൂണ്ടിക്കാണിച്ചതുപോലെ അഭിഭാഷകൻ ചാർജ് എടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കിയാൽ മതിയായിരുന്നു. എന്നാൽ ബുധനാഴ്ചത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തതിന് പിന്നാലെ അഡ്വക്കേറ്റ് KB പ്രദീപ് ദേവസ്വം ബോർഡിൻ്റെ പ്ലീഡറായി ചുമതലയേൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളും മറ്റ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ ആക്സസ് ചെയ്യാൻ പാകത്തിലുള്ളൊരു പദവിയിലേക്ക് അദ്ദേഹം കടന്നിരുന്നു എന്നതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ടാണ് രാജിവെപ്പിക്കേണ്ടി വന്നത്. അങ്ങനെ വരുമ്പോൾ സർക്കാർ നേരത്തെ ഉന്നയിച്ച എല്ലാ UDF നേരത്തെ രാഷ്ട്രീയമായി ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം അവർക്ക് നേരെ തിരിഞ്ഞുകൊത്തുകയാണ്. സ്വർണ്ണക്കൊള്ളക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെ തന്നെ ഇപ്പോൾ സർക്കാരിന് വേണ്ടി നിയമിക്കുമ്പോൾ എന്താണ് ഇതിന് പിന്നിലെ കാരണം എന്ന കാര്യം ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇനി നിയമനം എങ്ങനെ നടന്നു എന്ന കാര്യത്തിലേക്ക് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നിയമനം നടക്കുന്നത് മന്ത്രിസഭായോഗത്തിലെ തീരുമാനപ്രകാരമാണ്. മന്ത്രിസഭായോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഫയലും വരണമെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ അനുമതി വേണം. അപ്പോൾ ഔട്ട് ഓഫ് അജണ്ടയായി വന്ന ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് ഗവൺമെൻറ് പീഡർമാരുടെ നിയമനം, അത് KB പ്രദീപിൻ്റെ അടക്കമുള്ള നിയമനം വരുന്നത്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിക്ക് മറ്റൊരു റോൾ കൂടിയുണ്ട്, അത് നിയമമന്ത്രിയുടെ റോളാണ്. നിയമവകുപ്പിലെ ചുമതലയും മുഖ്യമന്ത്രിക്കാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പീഡർമാരുടെ പട്ടിക അല്ലെങ്കിൽ ശുപാർശ പട്ടിക തയ്യാറാക്കുന്നതും മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അതുകൊണ്ട് ഈ നിയമനത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മുഖ്യമന്ത്രി VD സതീശന് ഒരു തരത്തിലും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ രാജിവെപ്പിച്ചു എന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും വസ്തുത വേറൊന്നാണ്. മുഖ്യമന്ത്രിക്ക് കൂടി വലിയ ഉത്തരവാദിത്തമുള്ളൊരു നിയമനമാണ് നടന്നിരിക്കുന്നത്. ഒന്ന്, ഇത്തരമൊരു അഭിഭാഷകനെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തല പരിശോധന ഉണ്ടായില്ല എന്ന വീഴ്ചയും നിയമവകുപ്പിനാണ്. ആ നിയമവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് എന്ന കാര്യം പറയാതെ വയ്യ. ഒരാഴ്ചക്കാലത്ത് രണ്ട് സുപ്രധാന തീരുമാനങ്ങളിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോകേണ്ടി വന്നിരിക്കുന്നു. ഒന്ന്, വൈദ്യുതി മന്ത്രിയും KPC അധ്യക്ഷനുമായ സണ്ണി ജോസഫിൻ്റെ സഹോദരി ഭർത്താവിനെ നിയമിച്ചതാണെങ്കിൽ രണ്ടാമത്തേത് സുപ്രധാനമായ ഒരു കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ, അതും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ ആളെ ഗവൺമെൻറ് പീഡറായി നിയമിച്ച തീരുമാനത്തിലാണ് പിന്നോട്ട് പോയിരിക്കേണ്ടത്. എന്തായാലും സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ തന്നെ അതിൻ്റെ പ്രഭ കെടുത്തുന്ന തരത്തിൽ, അതിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിപ്പോയി എന്ന കാര്യത്തിൽ UDFിൽ പോലും വിരുദ്ധാഭിപ്രായമില്ല. ശ്രീജിത്ത്, ഇപ്പോൾ സർക്കാർ അധികാരത്തിലേറിയിട്ട് ഏതാണ്ട് ഒരു മാസം പിന്നിടുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഈ നിലയിൽ തുടർച്ചയായി തന്നെ 2 രാജികൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വേണ്ടത്ര പരിശോധന ഈ വിഷയങ്ങളിലൊന്നും ഉണ്ടാകുന്നില്ല, പെട്ടെന്ന് തന്നെ നിയമനം. അതും ഈ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പ്രത്യേക നിയമനമാണ് ഇത്തവണ നടത്തിയിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്തേക്കായിരുന്നില്ല. ഈ കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി പ്രത്യേകതരം നിയമനം നടത്തുകയായിരുന്നു ഇത്തവണ സർക്കാർ ചെയ്തത് എന്ന കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ ശ്രീജിത്താണിന്ന് ആ രാജി വിവരം ബ്രേക്ക് ചെയ്തത്, റിപ്പോർട്ട് ചെയ്തത്. ഇക്കാര്യത്തിൽ UDFിൽ മറ്റ് ഘടകകക്ഷി നേതാക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ അക്കാര്യം തുറന്നു പറയാൻ സന്നദ്ധരായില്ലെങ്കിൽ പോലും ആ നിലയിലുള്ള ഒരു അതൃപ്തി UDFിലെയും കോൺഗ്രസിലെയും ഒക്കെ പല നേതാക്കൾക്കും ഉണ്ടാകുമല്ലോ. ശ്രീജിത്ത്. ദിലീപ്, ഇന്നലെയാണ് സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ KB പ്രദീപിനെ സർക്കാർ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പീഡറായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം പുറത്തു വരുന്നത്. ആ തീരുമാനം പുറത്തു വന്നപ്പോൾ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർക്കെല്ലാം ഈ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. ഞാൻ നേരത്തെ ഈ വാർത്തയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ സ്വർണം കട്ടവരാരപ്പ എന്ന് ചോദിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന ഒരു മുന്നണി ഒരു തരത്തിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു നടപടിയായിപ്പോയി ഇതെന്ന വിമർശനമാണ് കോൺഗ്രസ്
കോൺഗ്രസിനകത്ത് തന്നെ ഉയരുന്നത്. എന്നാൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോയി ഒരു മാസം പോലും തികയാത്ത സർക്കാരിനെ ഒരു കുഴപ്പത്തിൽ ചാടിക്കാനോ ഒരു പ്രതിസന്ധി ചാടിക്കാനോ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് പരസ്യ പ്രതികരണങ്ങളിലേക്ക് വരാത്തത്. ഇനി KPCCയുടെയും മറ്റും യോഗങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ദേവസ്വം മന്ത്രിയായ കെ മുരളീധരൻ ഇന്നലെ നടത്തിയ പ്രസ്താവന മുഖ്യമന്ത്രിയെ കൂടി പരോക്ഷമായി കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. താൻ ഈ കാര്യത്തിൽ അറിഞ്ഞിട്ടില്ല, ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല, ഷിഗല്ല വൈറസുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ അതിൻ്റെ പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് വയനാട്ടിലായിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ പ്ലീഡർ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിന് താൻ കാര്യങ്ങൾ പൂർണ്ണമായും വിട്ടുകൊടുത്തു എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. ഫലത്തിൽ മുഖ്യമന്ത്രിയാണ് ഈ തീരുമാനമെടുത്തത്, മുഖ്യമന്ത്രിക്കാണ് ഈ തീരുമാനത്തിന് ഉത്തരവാദിത്വമെന്നാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അദ്ദേഹം കൈയൊഴിഞ്ഞു. ഇതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തിന് ചേർന്നല്ല എന്ന വിമർശനം കോൺഗ്രസിനകത്തുണ്ട്, UDF-നകത്തുണ്ട്. എങ്കിലും ഈ ഘട്ടത്തിൽ അവരാരും അത് പുറത്തേക്ക് പരസ്യമായി പറയാൻ തയ്യാറല്ല എന്ന് മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.